എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് തിങ്കളാഴ്ച വ്രതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. പണ്ട് ആര്യാവർത്തം എന്ന പുണ്യഭൂമിയിൽ ചിത്രവർമാവെന്ന പേരിൽ പ്രതാപശാലിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. 1,00,000 അക്ഷൗഹിണി സേനയുള്ള ആ രാജാവ് ധർമ്മശാസ്ത്രാനുസാരം രാജ്യപരിപാലനം ചെയ്തു വസിക്കുന്ന കാലത്ത് രാജ്യം മുഴുവൻ മഹാലക്ഷ്മി പ്രസാദം കളിയാടി. രാജ്യത്തെ കർശനമായ ശിക്ഷാനിയമത്തിൻ്റെ ശക്തിയാൽ സ്ത്രീകൾക്ക് ചാരിത്ര്യഭംഗമോ മനോദുഃഖമോ ശരീരവ്യാധിയോ മഹാവ്യാധിയോ ലോകാപവാദമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കള്ളന്മാരെന്ന നാമധേയം ഒരിടത്തും കേൾപ്പാനുണ്ടായിരുന്നില്ല. ബ്രാഹ്മണരിൽ എല്ലാവർക്കും ഭക്തിയും വിശ്വാസവും ഉണ്ടായിരുന്നു. എല്ലാ ജാതിക്കാരും അവരവർക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ലോപം കൂടാതെ ചെയ്തു പോന്നു. ഐശ്വര്യസമൃദ്ധിയാൽ ആർക്കും പരസ്പരം അസൂയ വൈരാഗ്യങ്ങളില്ല. സ്ത്രീകളെ സർവാധികാരികളാക്കുന്ന മൂഢന്മാരുണ്ടായിരുന്നില്ല. പെണ്ണിനു വേണ്ടി സ്വന്തം ഗൃഹം നശിപ്പിക്കുന്ന ദുർബുദ്ധികളില്ലായിരുന്നു. ചുരുക്കത്തിൽ ആര്യാവർത്തത്തിലെ സകല ജീവജാലങ്ങളും ഈശ്വരവിശ്വാസികളും ഈശ്വരഭക്തന്മാരുമായിരുന്നു. ഇങ്ങനെ പ്രസിദ്ധനായ ചിത്രവർമാവ് സമ്പൽ സമൃദ്ധിയോടെ രാജ്യം ഭരിച്ചു വന്നു. അധികം താമസിയാതെ രാജാവ് ഒരു രാജകുമാരിയെ കല്യാണം കഴിച്ചു. അവരുടെ ദാമ്പത്യത്തിൽ 4 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു. അതിസുന്ദരിയായ ആ പെൺകുട്ടിക്ക് ആ രാജദമ്പതികൾ സീമന്തിനി എന്ന് നാമകരണം ചെയ്തു. സുന്ദരിയും സുശീലയുമായ സീമന്തിനിയെ വളരെ വാത്സല്യമായി വളർത്തിക്കൊണ്ടുവന്നു. വേണ്ട തോഴിമാരെയും രാജാവ് ഏർപ്പെടുത്തി. അവളുടെ സുഖസൗകര്യങ്ങൾക്ക് മാറ്റുകൂട്ടി. ജ്യോത്സ്യന്മാരായ ബ്രാഹ്മണരെ കണ്ടു കുട്ടിയുടെ ജാതകകാര്യം വേണ്ട പോലെ അന്വേഷിച്ചു. അതിവിദ്വാനായ ഒരു ബ്രാഹ്മണൻ വേണ്ടത്ര ഗാഢമ ചിന്തിച്ച ശേഷം ഇപ്രകാരം പ്രവചിച്ചു: മഹാരാജാവേ, അങ്ങയുടെ മകൾ ഭാഗ്യവതിയാണ്. ഈ കുട്ടിക്ക് ദീർഘായുസ്സും ഉത്തമ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടതായ ഭർതൃസുഖവും സിദ്ധിക്കും. ഈ കുട്ടി ഭർത്താവുമൊത്ത് 10,000 വത്സരം സുഖമായി വസിക്കും. ഇവൾക്ക് 8 സന്താനങ്ങൾക്ക് യോഗം കാണുന്നു. ഞാൻ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ്. ദമയന്തിക്ക് തുല്യം സൗന്ദര്യമുള്ള അങ്ങയുടെ മകൾക്ക് ലഭിക്കുന്ന വരൻ നളനെപ്പോലെ സുന്ദരനുമായിരിക്കും. ജ്യോത്സ്യൻ്റെ പ്രവചനം കേട്ട് സന്തുഷ്ടനായ രാജാവ് അയാൾക്ക് ധാരാളം പണം നൽകി അയച്ചു. എന്നാൽ മറ്റൊരു ജ്യോത്സ്യനിൽ നിന്നും നേരെ വിപരീത ഫലമാണ് രാജാവിന് അറിയാനിടയായത്. ആ ജ്യോത്സ്യൻ പറഞ്ഞത് ഇപ്രകാരമാണ്: മഹാരാജാവേ, ഞാൻ ഈ ജാതകത്തിൽ ചില കുറ്റങ്ങൾ കാണുന്നു. ഈ കുട്ടിക്ക് വിധവയാകാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. അക്കാര്യം അങ്ങ് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഒരു പക്ഷേ ഇവൾക്ക് 14 വയസ്സാകുമ്പോൾ ഭർത്താവിൻ്റെ മരണം സംഭവിക്കാം. ശാസ്ത്രസത്യം മറച്ചുവെച്ച് കേൾക്കാൻ സുഖമുള്ളത് മാത്രം ഞാൻ പറയില്ല. പണം കാംക്ഷിച്ച് പഥ്യം പറയുന്ന മിടുക്കൻ ചിലപ്പോൾ സഭയിൽ നാണം കെട്ടു പോയേക്കാം. എന്നാൽ പഥ്യം പറയുന്നവർക്ക് മോശക്കാരായാലും ധാരാളം കൊടുക്കാൻ രാജാക്കന്മാർ മടിക്കുകയില്ല. ജ്യോത്സ്യൻ്റെ വാക്കുകൾ കേട്ട ചിത്രവർമ്മ രാജാവ് പേടിച്ചു വിറച്ചു. ശരീരമാകെ വിയർത്തൊലിച്ചു. ആ രാജാവ് വിലപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അയ്യോ ശിവ, എൻ്റെ ഈ പൊന്നുമോൾക്ക് ഈ ഗതി വരാൻ എന്താണ് കാരണം? ഞാൻ എത്രമാത്രം കൊതിച്ചുണ്ടായ സന്തതിയാണ്. ഇവൾക്ക് വൈധവ്യം സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ രാജ്യവും സുഖങ്ങളും? എൻ്റെ ആരോഗ്യവും സമ്പത്തും വ്യർത്ഥമല്ലേ? ഈശ്വരകൽപ്പിതം ആർക്കാണ് തടുക്കാൻ കഴിയുക? വരുന്നതെല്ലാം നേരിടുക തന്നെ. രാജാവ് യഥോചിതം ദക്ഷിണ നൽകി ജ്യോത്സ്യനെ പറഞ്ഞയച്ചു. കർപ്പൂരലതയ്ക്ക് തുല്യം സുന്ദരിയായി ശാലീനയായി സകലർക്കും നയനാമൃതം നൽകിക്കൊണ്ട് സീമന്തിനി നാൾ തോറും വളർന്നു വന്നു. നീണ്ടിരുണ്ട് ചുരുണ്ട തലമുടി കാഴ്ചക്കാരായ കാണികൾക്ക് മനം മയക്കമുണ്ടാക്കുന്നതാണ്. യൗവനം ആരംഭിച്ചതോടെ അംഗങ്ങൾ തോറും സൗന്ദര്യം വർദ്ധിക്കാനും തുടങ്ങി. അവളുടെ മനസ്സിൽ നല്ലൊരു വരനുണ്ടാകണമെന്ന മോഹം ഉദിച്ചു. ആ സമയത്ത് വീരസേനപുത്രൻ്റെ പൗത്രനായി സുന്ദരനായ ഒരു രാജകുമാരനുണ്ടെന്ന വാർത്ത സീമന്തിനി അറിയാൻ ഇടയായി. അദ്ദേഹത്തിൽ അവൾക്ക് അതിയായ ആശ ജനിച്ചു. മനസ്സിലെ മാരതാപം മറച്ചുവെച്ച് അവൾ ദിനങ്ങൾ തള്ളിനീക്കി. ഒരു ദിനം തോഴിമാരിൽ നിന്നും തനിക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ജാതകദോഷത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സീമന്തിനി അതീവ ദുഃഖിതയായി. നാൾ തോറും ആ ദുഃഖം കൂടിക്കൂടി വന്നു. ദേഹം ദുഃഖം നിമിത്തം ക്ഷീണിച്ചു. മുല്ലവള്ളി പോലെ ശരീരം നേർത്തു. അവൾ ഒരു ദിവസം യാജ്ഞവൽക്യൻ എന്ന മഹർഷിയുടെ പത്നിയായ മൈത്രേയിയെ ചെന്ന് കണ്ടു. പണ്ഡിതയായ മൈത്രേയിയോട് സീമന്തിനി ഇപ്രകാരം പറഞ്ഞു: അമ്മേ, ഈയുള്ളവളെ രക്ഷിക്കണേ. മഹായോഗിനിയായ അവിടുന്ന് എൻ്റെ ദുഃഖങ്ങൾ മാറാനുള്ള വരം നൽകി എന്നെ അനുഗ്രഹിക്കണേ. എൻ്റെ ജാതകത്തിൽ 14-ാമത്തെ വയസ്സിൽ എനിക്ക് വൈധവ്യം സംഭവിക്കുമെന്നു കാണുന്നു. അത് നീങ്ങാനുള്ള മാർഗം അമ്മേ ദയവായി അവിടുന്ന് ഉപദേശിച്ചു തന്നാലും.
സീമന്തിനിയുടെ അപേക്ഷ കേട്ട മൈത്രേയി പറഞ്ഞു, മകളെ സീമന്തിനി, നീ ദുഃഖിക്കാതിരിക്കുക. നീ ഉടൻ തന്നെ തിങ്കളാഴ്ച വ്രതം നോറ്റു തുടങ്ങുക. ആ വ്രതം അനുഷ്ഠിച്ചാൽ ശ്രീപരമേശ്വരനും പാർവതിയും തീർച്ചയായും നിന്നിൽ പ്രസാദിക്കും. നിനക്ക് സമ്പത്തും സന്തതിയും കീർത്തിയും ഉണ്ടാകും. മഹാദേവൻ പ്രസാദിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു വ്രതമാണിത്. അത് അനുഷ്ഠിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരുന്നത് നീ ശ്രദ്ധാപൂർവം കേൾക്കുക. തിങ്കളാഴ്ച ദിവസം അതിരാവിലെ കുളിച്ച് പാർവതി പരമേശ്വരന്മാരെ ധ്യാനിക്കണം. വെളുത്ത വസ്ത്രം ധരിച്ച് മനോശുദ്ധിയോടെ നിത്യകർമ്മങ്ങളെല്ലാം നടത്തണം. പിന്നീട് ഭസ്മലേപനം ചെയ്ത് രുദ്രാക്ഷമാലയും ധരിച്ച് എൻ്റെ ഈശ്വരൻ ശ്രീ പരമേശ്വരനാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഭക്തിപൂർവം ശിവക്ഷേത്രത്തിൽ പോയി പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുക. ശങ്കരബിംബം വേണ്ട പോലെ ഭംഗിയാക്കി പുഷ്പാഞ്ജലിക്ക് നടത്തുക. ശംഖിൽ ജലമെടുത്ത് അഭിഷേകം നടത്തുക. അഷ്ടഗന്ധം, കർപ്പൂരം തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ കത്തിച്ച് ദീപാരാധന നടത്തുക. നിവേദ്യം സമർപ്പിക്കുക. ഇതെല്ലാം മോളെ യാതൊരു കുറവും വരാതെ ഭംഗിയോടെ നിർവഹിക്കുക. ശംഖിൽ ജലമെടുത്തുള്ള അഭിഷേകം സകല പാപങ്ങളും നശിപ്പിക്കുന്നതാണ്. പീഠത്തിലെ അർച്ചന കൊണ്ട് സാമ്രാജ്യ ലാഭമുണ്ടാകും. വലുതായ സൗഭാഗ്യം കൈവരും. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് ആരാധിച്ചാൽ ധൂപദാനത്താൽ ശരീര സൗഭാഗ്യം സിദ്ധിക്കും. ദീപാരാധന കൊണ്ട് ശരീരകാന്തി വർദ്ധിക്കും. താംബൂലം സമർപ്പിച്ചാൽ സ്വർണം ലഭിക്കും. അങ്ങനെ സാമ്പനായ ഈശ്വരനെ ആരാധിച്ച് അദ്ദേഹം പ്രസാദിച്ചാൽ സകലവിധ സമ്പത്തുകളും കരഗതമാകും. അത് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ സാധിപ്പിക്കുന്നതാണ്. വൃഥാ ഒരു പ്രാവശ്യം മഹാദേവനെ സ്മരിച്ചാൽ തന്നെ സകല ദേവന്മാരും പ്രസാദിക്കും. ഹേ സീമന്തിനി, നീ ഇങ്ങനെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. നിനക്ക് മാംഗല്യത്തിനും അലങ്കാരത്തിനും ഒന്നും ഒരു കുറവും വരികയില്ല. തിങ്കളാഴ്ച വ്രതത്തിനാൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തുക. പഞ്ചാക്ഷരം ജപിക്കുക. ബ്രാഹ്മണർക്ക് ആഹാരം നൽകുക. ദക്ഷിണ കൊടുക്കുക. ഇത്രയും ചെയ്താലും യഥാവിധ സോമവാരവ്രതം അനുഷ്ഠിച്ച ഫലം സകലർക്കും ലഭിക്കും. 3½ നാഴിക ഇരുട്ടിയാൽ വീട്ടിൽ വന്ന് വ്രതസമാപ്തിയിലെ പാരണ ചെയ്യാം. നിനക്ക് വൈധവ്യത്തിനുള്ള ലക്ഷണമുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. എത്രമാത്രം കഠിനമായ ആപത്ത് വന്നാലും അത് മഹാദേവൻ ദൂരെ നീക്കി രക്ഷിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ മൈത്രേയി പറഞ്ഞത് കേട്ട സീമന്തിനി അവരെ വണങ്ങിയ ശേഷം സമാധാനത്തോടെ സ്വവസതിയിലേക്കു യാത്രയായി. അടുത്ത ആഴ്ച മുതൽ തന്നെ മൈത്രേയി നിർദ്ദേശിച്ച വിധം സീമന്തിനി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കുന്ന കാലത്ത് ചിത്രവർമാവ് തൻ്റെ മകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തി. ഒടുവിൽ തൻ്റെ പുത്രിക്ക് അനുയോജ്യനായ വരനെ തന്നെ രാജാവ് കണ്ടെത്തി. ഇന്ദ്രസേനൻ്റെ മകൻ ചന്ദ്രാംഗതനായിരുന്നു അത്. വരൻ അയാൾ നളന് തുല്യം സുന്ദരനും സീമന്തിനിക്ക് അനുയോജ്യനുമായിരുന്നു. അധികം താമസിയാതെ ചന്ദ്രാംഗതനും സീമന്തിനിയും തമ്മിലുള്ള വിവാഹം നടന്നു. വിവാഹശേഷം നിശബ്ദ രാജാവായ ചന്ദ്രാംഗതൻ അവിടെ തന്നെ സസന്തോഷം താമസിച്ചു വന്നു. സുന്ദരിയായ സീമന്തിനിയുമൊത്ത് ഓരോ ലീലകളിൽ ഏർപ്പെട്ട് വസിക്കുന്ന കാലത്ത് സീമന്തിനിയുടെ നിർദ്ദേശപ്രകാരം അയാളും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. ഒരിക്കൽ ചന്ദ്രാംഗതന് യമുന നദിയിൽ ജലക്രീഡ നടത്തണമെന്ന ആഗ്രഹം ഉദിച്ചു. അതറിഞ്ഞ ഭടന്മാർ തോണികളും മറ്റും സജ്ജമാക്കി ചന്ദ്രാംഗതൻ്റെ മുന്നിൽ വന്ന് വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ രാജകുമാര, ഇവിടെ ഒഴുക്കും കാറ്റും മറ്റും തീരെ കുറവാണ്. ഇത് കേട്ടപ്പോൾ ചന്ദ്രാംഗതൻ മറ്റൊന്നും ആലോചിക്കാതെ ജലക്രീഡയ്ക്ക് പുറപ്പെട്ടു. കുമാരനോടൊപ്പം കൊട്ടാര സേവകന്മാരും മറ്റുമായി 10-100ഓളം ആളുകളും ഉണ്ടായിരുന്നു. ചന്ദ്രാംഗതൻ സഞ്ചരിച്ചിരുന്ന തോണി വളരെ വലുതും ഭംഗിയുള്ളതുമായിരുന്നു. വഞ്ചി ആറ്റിൻ്റെ മധ്യഭാഗത്തെത്തിയതോടുകൂടി വാനിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ആറ്റിലെ ഓളങ്ങൾ ശക്തിയായി അലയടിച്ചു തുടങ്ങി. പെട്ടെന്നാണ് രാജകുമാരൻ ക്രീഡക്കിറങ്ങിയ കാളിന്തി നദിയുടെ മട്ടുമാറിയത്. ശക്തിയായ ഓളപ്പാത്തിയിൽ അകപ്പെട്ട് വഞ്ചികൾ കാണാനില്ലാതെയായി. ശക്തിയായ കാറ്റിൽ പല വഞ്ചികളും തകർന്നു. വഞ്ചിയിലുണ്ടായിരുന്നവരിൽ പലരും മരിച്ചു. നദിയിൽ വീണവരെ ജലജന്തുക്കൾ ആഹാരമാക്കി. സീമന്തിനിനാഥനായ ചന്ദ്രാംഗത കുമാരൻ കാളിന്തിയിൽ ആണ്ടുപോയി. ജലത്തിലൂടെ താഴ്ന്നു വരുന്ന കോമളനായ യുവാവിനെ കണ്ട് പെൺസർപ്പങ്ങൾ അടുത്തുകൂടി. അവർ ചന്ദ്രാംഗതനെ താങ്ങിയെടുത്ത് പാതാള ലോകത്തെത്തി പന്നക രാജാവായി തക്ഷകൻ്റെ മുന്നിൽ ഹാജരാക്കി. ചന്ദ്രാംഗത രാജകുമാരൻ കാളിന്തിയാറ്റിൽ മുങ്ങി മരിച്ചുവെന്ന വാർത്ത കൊട്ടാരത്തിൽ കാട്ടുതീ പോലെ പരന്നു. ദുഃഖത്തിലായ നഗരവാസികളും രാജകുടുംബവും പലതും പറഞ്ഞ് വാവിട്ട് കരഞ്ഞു. ജാതകം നോക്കിയവരിൽ രണ്ടാമൻ പറഞ്ഞത് ഇതാ ഒത്തുവന്നിരിക്കുന്നു. അയാൾ പറഞ്ഞ 14 വയസ്സ് എന്ന് സീമന്തിനിക്ക് തികഞ്ഞു.
സോമവാര വ്രതമെല്ലാം വെറുതെയായി. ചന്ദ്രചൂഡനായ ഭഗവാനും ഇതാ നിഷ്കരുണനായിരിക്കുന്നു. വെള്ളത്തിൽ വീണു മരിച്ച കുമാരനെ കുറിച്ചോർക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം നീറുകയാണ്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.